നമസ്കാരം. ഇന്ന് ഞാൻ ജടായു പാറയെക്കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഉറപ്പായും അതിന് പിന്നിലെ കഥകളും നമ്മൾ അറിഞ്ഞിരിക്കണം. രാമായണം കാലാന്തരവും ദേശാന്തരവുമാണ്. ഈ ജടായു പാറയിൽ ജടായു വന്ന് വീണ് ആ ഒരു പ്രതിമ ഉണ്ടായതിന് പിന്നിലെ കഥയാണ് ആദ്യം തന്നെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. ഒരുപാട് പേർക്ക് അറിയാമെങ്കിലും ഒന്ന് പൊടിതട്ടിയെടുക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു ഉദ്ദേശം. രാമലക്ഷ്മണന്മാരും സീതയും വനവാസത്തിലായിരിക്കുന്ന സമയത്താണ് രാവണൻ വീണ്ടും സീതയെ തട്ടിക്കൊണ്ടുപോകാനുള്ള പദ്ധതിയുമായി മുന്നോട്ട് വരുന്നത്. ഒരു പേടമാനിൻ്റെ രൂപത്തിൽ വന്ന രാവണൻ സീതാദേവിയെ വല്ലാതെ ആകർഷിച്ചു. തനിക്ക് ആ മാനിനെ വേണം എന്ന് നിർബന്ധം പിടിച്ച സീതയോട് മറുത്തൊന്നും പറയാൻ രാമന് കഴിഞ്ഞില്ല. അങ്ങനെ ആ മാനിന് പിന്നാലെ രാമൻ യാത്രയായി. ഒരുപാട് നേരമായിട്ടും തിരിച്ചു വരാത്ത തൻ്റെ ഭർത്താവിനെക്കുറിച്ച് ആലോചിച്ചിരുന്ന സീത ലക്ഷ്മണനെ അദ്ദേഹത്തെ നോക്കുവാനായി പറഞ്ഞു വിട്ടു. ലക്ഷ്മണൻ പുറത്തു പോകുമ്പോൾ ഒരു കാര്യം പറഞ്ഞിരുന്നു. ആ വീടിന് മുന്നിലുള്ള ഒരു വര വരച്ചിരുന്നു. അതാണ് ലക്ഷ്മണരേഖ. അതിന് പുറത്ത് പോകരുത്, അത് അപകടമാണ് എന്ന് സീതയെ പറഞ്ഞു ഓർമ്മിപ്പിച്ചു. എന്നാൽ സീത എന്ന സ്ത്രീയുടെ ഗുണഗണങ്ങൾ അറിയാവുന്ന രാവണൻ ഒരു ഭിക്ഷുവിൻ്റെ വേഷത്തിൽ വന്ന് തനിക്ക് ആഹാരം തരാൻ അഭ്യർത്ഥിക്കുന്നു. ഇത് കേട്ട സീത ഭിക്ഷുവിന് കഴിക്കാനുള്ള ഭക്ഷണവുമായി പുറത്തേക്ക് വരുന്നു. ലക്ഷ്മണൻ വരച്ച രേഖ ഭേദിച്ച് പുറത്തു പോവാൻ ആദ്യം ഒന്ന് സങ്കോചിച്ചെങ്കിലും സീതാദേവി പിന്നീട് ആ ഭിക്ഷുവിനോട് സംസാരിച്ചതിനു ശേഷം പുറത്തേക്ക് ഇറങ്ങി ചെല്ലുന്നു. ലക്ഷ്മണരേഖ കടന്ന് സീതാദേവിയെ ഉടൻ തന്നെ സ്വന്തം രൂപം സ്വീകരിച്ച രാവണൻ പുഷ്പക വിമാനത്തിൽ സീതയും തട്ടിക്കൊണ്ട് രാവണൻ ലങ്കയിലേക്ക് പറക്കുന്നു. പോകുന്ന വഴിയിലാണ് ജടായു എന്ന പക്ഷി കാണുന്നത്. ഉടൻ തന്നെ ജടായു ഈ ഒരു യാത്ര മുടക്കണം എന്ന ഉദ്ദേശത്തോടെ മുകളിലേക്ക് പറക്കുകയും രാവണന് എതിരായിട്ട് നിൽക്കുകയും ചെയ്തു. കുറേ തവണ ആട്ടിപ്പായിക്കാൻ ശ്രമിച്ചെങ്കിലും ജടായു പിന്മാറാൻ തയ്യാറായില്ല. ഇത് കണ്ട രാവണൻ തൻ്റെ വാളാൽ ജടായുവിനെ തലങ്ങും വിലങ്ങും വെട്ടി ആ പക്ഷിയുടെ ചിറകുകൾ അറുത്തു വീഴപ്പെട്ടു. അങ്ങനെ വീണ സ്ഥലമാണ് ജടായു പാറ എന്നാണ് ഐതിഹ്യം. ജടായുമംഗലം എന്നറിയപ്പെട്ടിരുന്ന ഈ സ്ഥലം പിന്നീട് ചടയമംഗലം എന്നാണ് അറിയപ്പെടുന്നത്. ഈ പാറയുടെ മുകളിൽ ഒരു ശ്രീരാമ പ്രതിഷ്ഠയുണ്ട്. രാമപാദം പതിഞ്ഞു എന്ന് വിശ്വസിക്കുന്ന ഈ മലമുകളിൽ ഒരിക്കലും വറ്റാത്ത ഒരു നീരുറവയുമുണ്ട്. ഏത് കൊടും വേനലിലും ഇതിലെ വെള്ളത്തിന് തണുപ്പായിരിക്കും. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പക്ഷിശില്പമായ ഈ പ്രതിമയ്ക്ക് 200 അടി നീളവും 150 അടി വീതിയും 70 അടി ഉയരവും ഉണ്ട്. 65 ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്ന ജടായു നാഷണൽ പാർക്കിൽ 20 തരം അഡ്വഞ്ചറസ് ആക്ടിവിറ്റീസും ഹെലിപാഡും 12D തിയേറ്ററും ഉണ്ട്. എന്നിരുന്നാലും താൽക്കാലികമായി ഇപ്പോൾ ഇതൊക്കെ നിർത്തിവെച്ചിരിക്കുകയാണ്. കേബിൾ കാർ വഴി നമ്മളിപ്പോൾ മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്.